ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഓട്ടോ വ്ളോഗ് ചാനൽ. ഈ ഒരു പഞ്ച് EV ഈ വിലയ്ക്ക് വರ್ತല്ലേ? 40 കിലോ വാട്ട്സ് യൂണിറ്റിൽ ഈ ഒരു റേഞ്ചിൽ ഈ ഒരു പഞ്ച് EV ഇറങ്ങുകയാണെങ്കിൽ, അതായത് 12 ലക്ഷത്തിനുള്ളിൽ 12,20,000 കുറച്ച് ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് 12 ലക്ഷത്തിന് ഈ ഒരു EV വರ್ತല്ലേ? ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള സെഗ്മെൻറ്റിലാണെങ്കിലും ഈ വിലയ്ക്ക് ഇങ്ങനെ ഒരു വണ്ടി കിട്ടില്ല. അപ്പോൾ പലരും എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. പല ആളുകളുടെ റിവ്യൂവും ഞാൻ ചോദിച്ചറിഞ്ഞു. അങ്ങനെ പേഴ്സണലായിട്ട് വളരെയധികം ആളുകളോട് ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 40 കിലോ വാട്ട്സിൽ 12 ലക്ഷത്തിന് ഈ ഒരു വണ്ടി വർത്താണോ എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. 127 ഹോഴ്സ് പവറും അതുപോലെ 154 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന ഈ വണ്ടി നമ്മുടെ റോഡിലൂടെയൊക്കെ ഇത്രയും പവറിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. കമ്പനി ഇതിന് 468 കിലോമീറ്റർ റേഞ്ച് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ റിയൽ ലൈഫിൽ 350 തൊട്ട് 370 വരെ കിലോമീറ്റർ റേഞ്ച് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ദിവസം ഒരു 50-60 കിലോമീറ്റർ ഓട്ടോ ഉള്ള ആളാണെങ്കിൽ ആഴ്ചയിൽ ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഒന്ന് വീട്ടിൽ തന്നെ ഒന്ന് ചാർജ് ചെയ്താലും മതി. ഇനി ദിവസം 100 കിലോമീറ്റർ ഓടുന്ന ആളാണെങ്കിലും 2-3 ദിവസം കൂടുമ്പോൾ ഇത് ചാർജ് ചെയ്താൽ മതി. ലൈഫ് ടൈം വാറൻറ്റി ഉള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 15 വർഷം അല്ലെങ്കിൽ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ 15 വർഷമാണ് ലൈഫ് ടൈം വാറൻറ്റി. ഈ സ്മാർട്ട് പ്ലസ് എന്നുള്ള വേരിയൻ്റ്, അതായത് ഈ ഒരു 40 കിലോ വാട്ട്സിൻ്റെ ഈ സ്മാർട്ട് പ്ലസ് എന്നുള്ള വേരിയൻ്റ് എടുത്താലാണ് കിട്ടുന്നത്. ഇതിൽ തന്നെ സ്മാർട്ട് പ്ലസ്സിൽ 30 കിലോ വാട്ട്സ് അവറിൻ്റെ ഒരു വാഹനമുണ്ട്, പഞ്ചുണ്ട്. പക്ഷെ അതിനകത്ത് ഇല്ലാത്ത പല ഫീച്ചേഴ്സും ഒരു 80,000 രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ സ്മാർട്ട് പ്ലസ്സിൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ബേസ് മോഡലിന് 10,60,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സ്മാർട്ട് എന്നുള്ള വേരിയൻ്റാണ്. അപ്പോൾ ഈ ഒരു വേരിയൻ്റ് എടുക്കുന്നതിലും ഒരുപാട് നല്ലതാണ്. ഒരു 1.5 ലക്ഷം കൂടെ കൂടുതൽ കൊടുത്തിട്ട് ഈ സ്മാർട്ട് പ്ലസ് വേരിയൻ്റ് എടുക്കുക എന്നുള്ളത്. ഒന്നാമത് ലൈഫ് ടൈം വാറൻറ്റി, രണ്ടാമത് നമുക്ക് LED DRL ആൻഡ് LED ഹെഡ്ലൈറ്റ് കിട്ടും എന്നുള്ളതാണ്. ഫ്രണ്ടിലായിട്ട് LED DRL. അതല്ലേ പുറകിലോട്ട് നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള പഞ്ചിനൊക്കെ പഴയ പഞ്ച്, ഇപ്പം റീസെൻ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന പഞ്ചിന് ഒക്കെ തന്നെ നേരത്തെ വന്ന പഞ്ചിനേക്കാളും ഒക്കെ പുറകിലുള്ള ആ റിഫ്ലക്ടർ, ആ LED ടെയിൽ ലൈറ്റ് പോകുന്നത് വളരെ മനോഹരമായിട്ടുണ്ട്. പഴയ പഞ്ചിൻ്റെ ഒരു കുറവ് തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു വേരിയൻ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന് ഒരു ലാമ്പ് ഇല്ലെങ്കിൽ തന്നെ LED റിഫ്ലക്ടർ കിട്ടും. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അതൊരു ലാമ്പായിട്ടേ തോന്നുള്ളൂ, പക്ഷേ LED റിഫ്ലക്ടർ കിട്ടും. റിവേഴ്സ് ക്യാമറ അസിസ്റ്റ്, പാർക്ക് അസിസ്റ്റ് വന്നിട്ടുള്ള റിവേഴ്സ് ക്യാമറ ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. 8 ഇഞ്ച് സൈസാണ് വരുന്നത്. പക്ഷേ 10 ഇഞ്ച് മൊത്തമായിട്ട് 10 ഇഞ്ച് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ 8 ഇഞ്ചായിട്ട് നിങ്ങൾക്ക് കാണും. ഈ ഒരു വേരിയൻറ്റിലാണ് അതുള്ളത്. പിന്നെ 4 ഡോർ പവർ വിൻഡോ, മാനുവലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. കാരണം പല ലേഡീസിനൊക്കെ ഈ ഒരു വേരിയൻറ്റിൽ എടുക്കുകയാണെങ്കിൽ മാനുവലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അവർക്കത് വളരെ ഉപകാരമാകും. സാധാരണ ആളുകൾക്കാണെങ്കിലും ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിച്ച് EV ഒക്കെ എടുക്കുന്നതിന് മുന്നേ ചില വാഹനങ്ങളിലൊക്കെ ഒന്ന് ഓടിച്ച് കൈതെളിഞ്ഞതിന് ശേഷം EVയിലേക്ക് പോവുക. കാരണം EVയിൽ പവർ കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് വണ്ടി ഡ്രൈവിംഗ് ചെയ്യുന്നവർക്കും ഈ ഒരു വാഹനം സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വളരെ നല്ല തന്നെയാണ്. 8 ഇഞ്ചിൻ്റെ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഞാൻ പറഞ്ഞു. അതിന് ബാക്ക് ക്യാമറ ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ഇതിനകത്ത് വരുന്നുണ്ട്. ബാക്ക് സീറ്റ് നല്ല കംഫോർട്ടാണ്. പിന്നെ 5 സ്റ്റാർ സേഫ്റ്റി, എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. പിന്നെ 3 മോഡുകൾ, സ്പോർട്സ്, സിറ്റി, എക്കോ മോഡുകൾ വരുന്നുണ്ട്. സിറ്റി മോഡിൽ തന്നെ നമുക്ക് ഇതിനകത്ത് വളരെ നമ്മൾ സിറ്റിയിലൂടെ ആണെങ്കിലും ഹൈവേയിലാണെങ്കിലും ഒക്കെ സിറ്റി മോഡ്, ഹൈവേ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്കണോമിക് മോഡിലേക്ക് കൺവേർട്ട് യാത്ര ചെയ്യാം. 65 വാട്ട്സിൻ്റെ ചാർജർ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് പ്ലസ് വേരിയൻറ്റിൻ്റെ ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിൻ്റെ സെയിം സെഗ്മെൻറ്റിൽ, ഇതിൻ്റെ എബോവ് സെഗ്മെൻറ്റ് നമുക്ക് നെക്സോൺ എടുക്കുകയാണെങ്കിൽ 14 ലക്ഷം രൂപ വരുന്നുണ്ട്. കാരണം ഇതിനകത്ത് 30 കിലോ വാട്ട്സിൻ്റെ ബാറ്ററി മാത്രം വരുന്നുള്ള നെക്സോണ് 14 ലക്ഷം വരുന്നുണ്ട്. ഇനി വിൻസർ എടുക്കുകയാണെങ്കിൽ 38 കിലോ വാട്ട്സിൻ്റെ ആണ് വരുന്നത് ബാറ്ററി. അതിന് 15.7 ലക്ഷം രൂപയാവും. അപ്പം ആ ഒരു സ്പേസ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, വിൻസറിലും നെക്സോണൊക്കെ ഇച്ചിരിയുടെ സ്പേസ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വാഹനത്തിലേക്ക് പോകാവുന്നതാണ്. അതുപോലെ MGയുടെ ZCV ഇതിനേക്കാളും ഒരുപാട് സെഗ്മെൻറ്റ് മുകളിലുള്ള വണ്ടിയാണ്. എന്നാലും ഞാൻ ജസ്റ്റ് നോക്കി 50 കിലോ വാട്ട്സിൻ്റെ ബാറ്ററിയിൽ 21 ലക്ഷത്തോളം രൂപ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് 12 ലക്ഷത്തിന് ഈ വാഹനം എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വർത്ത് തന്നെയാണെന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്ട്രാ ഫിറ്റിങ്സ് വേണമെങ്കിൽ എടുത്തു കഴിഞ്ഞ് ചെയ്യാൻ പറ്റുന്നത് റൂഫ് റെയിൽ വേണമെങ്കിൽ വെക്കാം. സത്യം പറഞ്ഞാൽ റൂഫ് റെയിലൊന്നും ആവശ്യമില്ല. ഒരു ബാക്ക് ക്യാമറ നിങ്ങൾക്ക് വെക്കാം. അത് ഈ വാഹനമല്ല, ഇതിന് താഴെയുള്ളൊരു വാഹനം എടുക്കുകയാണെങ്കിൽ, അതായത് ബേസ് മോഡൽ എടുക്കുകയാണെങ്കിൽ 10,60,000 രൂപ. അപ്പോൾ അതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു ബാക്ക് ക്യാമറ പവർ വിൻഡോ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ബാക്ക് ക്യാമറ അതുപോലെ തന്നെ ഒരു ഡാഷ് ക്യാം ഇത് വളരെ അത്യാവശ്യമാണ്. ഈ രണ്ടും
നിങ്ങൾ ഇതിൻ്റെ ബേസ് മോഡൽ എടുത്ത് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെയാണ്, കാരണം അത്യാവശ്യമുള്ള സംഭവങ്ങളൊക്കെ ആയി. പിന്നെ ഈ വാഹനം എടുക്കുകയാണെങ്കിൽ സ്മാർട്ട് പ്ലസ് എന്നുള്ള വാഹനം 40 കിലോ വാട്ട്സിൻ്റെ വാഹനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്തൊരു അലോയ് ഫിറ്റ് ചെയ്യാം, അതുപോലെ ഫോഗ് ലാൻഡ് എക്സ്ട്രാ ഫിറ്റ് ചെയ്യണം, റൂഫ് റെയിൽ എക്സ്ട്രാ ഫിറ്റ് ചെയ്യണം. പിന്നെ ഡാഷ് ക്യാം മസ്റ്റാണ്. ഡാഷ് ക്യാം ഏതൊരു വാഹനം എടുത്താലും നിങ്ങൾക്ക് നന്നായിട്ട് ഓട്ടം ഉണ്ടെങ്കിൽ വാഹനം പലപ്പോഴും ആക്സിഡൻറ്റിൽ പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഡാഷ് ക്യാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സേഫ് ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടി ഡാഷ് ക്യാം നിങ്ങൾ ഏത് വാഹനം എടുത്താലും ഒന്ന് ഫിറ്റ് ചെയ്യാൻ നോക്കാം. പിന്നെ കൂളിംഗ് ഫിലിം, ഇപ്പോഴത്തെ ഈ ചൂടുകാലത്ത് കൂളിംഗ് ഫിലിം തീർച്ചയായിട്ടും വേണം. പിന്നെ സ്പോയിലർ, പാഴ്സൽ ട്രൈ, ഇതൊക്കെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ബേസ് മോഡൽ എടുക്കുകയാണെങ്കിൽ 30 കിലോ വാട്ട്സിൻ്റെ പഞ്ച് എടുക്കുകയാണെങ്കിൽ റിയൽ ലൈഫിൽ 250 തൊട്ട് 280 വരെയൊക്കെയാണ് റേഞ്ച് കിട്ടുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബേസ് മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ ടിയാഗോയും കോമറ്റ് EV ആണുള്ളത്. ടിയാഗോ ഒരു പെർഫെക്റ്റ് കാറാണെന്ന് തന്നെ പറയാം. 8.5 ലക്ഷം രൂപയ്ക്ക് ഒരു XE ബേസ് മോഡൽ നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് പവർ വിൻഡോ ഒന്നും കാണില്ല, പക്ഷെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. എങ്കിൽ തന്നെയും അതൊരു വർത്താണ്, ഒരു ഫുൾ സൈസ് കാർ തന്നെയാണെന്ന് പറയാം. പക്ഷെ കൊമറ്റ് എന്ന് പറഞ്ഞാൽ അത് സിറ്റി യൂസിനാണ് നമുക്ക് 8,50,000 രൂപയ്ക്ക് എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പഞ്ചിൻ്റെ ഈ ഒരു സ്മാർട്ട് പ്ലസ് എന്നുള്ള വേരിയൻറ്റ് 12 ലക്ഷത്തിന് കിട്ടുന്ന ഈ ഒരു വേരിയൻറ്റ് എടുക്കുകയായിരിക്കും പഞ്ചിന് ഏറ്റവും നല്ലത്. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് വളരെ ടൈറ്റ് ആണെങ്കിൽ പഞ്ചിൻ്റെ ഈ ഒരു ബേസ് മോഡലിലേക്ക് പോകാം. EV 10.6 ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ ബേസ് മോഡൽ കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത് ഡാഷ് ക്യാം ആഡ് ചെയ്യണം, ബാക്ക് ക്യാമറ, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എക്സ്ട്രാ ആഡ് ചെയ്യണം, ഫ്ലോർ മാറ്റും കൂടെ ആഡ് ചെയ്യണം. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ ഇതൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഏറ്റവും വില കുറഞ്ഞ EV എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ടിയാഗോയും കോമറ്റും ആണ്. ടിയാഗോ 8.5 ലക്ഷത്തിന് വേണ്ടി നിങ്ങൾക്ക് കിട്ടുന്നൊരു EV തന്നെയാണ്, വർത്ത് EV ആണ്. 19.3 ബാറ്ററിയാണുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.